ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മല്ലു ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാട്ട് വുഡ് യു ഡു എന്ന പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻട്രോയും അതേപോലെ തന്നെ ഒരു എസ് എ ക്വസ്റ്റ്യനും ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഷോർട്ട് ആൻസേഴ്സും ബാക്കി ക്വസ്റ്റ്യൻസൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വൈ ആർ ദി ദളിറ്റ്സ് ഡിനൈഡ്സ് ദെയർ ലാൻഡ്? എന്തുകൊണ്ടാണ് ദളിതിന് അവരുടെ സ്ഥലം നിഷേധിക്കപ്പെടുന്നത്? അക്കോർഡിംഗ് ടു ദി പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻ ഇറക്കി ചെയ്താൽ അക്കോർഡിംഗ് ടു ദി പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം ദളിറ്റ്സ് ആർ ഡിനൈഡ് ദെയർ ലാൻഡ്. ദളിറ്റ്സിന് അവരുടെ സ്ഥലം നിഷേധിക്കപ്പെടുന്നു ഇൻ ദി നെയിം ഓഫ് റിലീജിയൻ. ഈ ഒരു മതം അനുശാസിക്കുന്ന രീതിയിലാണ്. കാരണം മനുസ്മൃതി എന്നാൽ അവരുടെ ഒരു വലിയ ഗ്രന്ഥമാണ്. ആ മനുസ്മൃതി ഡിനൈസ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ടു ശൂദ്ര. ഈ ഒരു ശൂദ്രകൾക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ അവകാശം കൃത്യമായി മനുസ്മൃതി എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കുന്നുണ്ട്. ഹൂ ഈസ് കോൾഡ് ഡിസെൻഡൻസ് ഓഫ് ഗോഡ്സ് ബൈ ദി പോയറ്റ്? വൈ? ആരാണ് ഈ ഒരു ദൈവത്തിൻ്റെ ഡിസെൻഡൻസ്, പിന്മുറക്കാർ എന്ന് പോയറ്റ് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ബ്രാഹ്മിൻസ് ആർ കോൾഡ്, ബ്രാഹ്മിൻസിനെയാണ് ഡിസെൻഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പിന്മുറക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ദേ ബിലീവ് ദാറ്റ് ദേ വെയർ ബോൺ ഫ്രം ദി മൗത്ത് ഓഫ് ബ്രഹ്മാവിൻ്റെ തൊള്ളയിൽ നിന്നുമാണ്, വായയിൽ നിന്നുമാണ് അവർ ജനിച്ചത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഹൗ ആർ ദളിത് വുമൻസ് ടൈംഡ് ഇൻ ദി നെയിം ഓഫ് റിലീജിയൻ? മതത്തിൻ്റെ പേരിൽ ഈ ഒരു ദളിത് വുമൻസിനെ എങ്ങനെയാണ് ടൈംഡ്, അവരെ മെരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദി നെയിം ഓഫ് റിലീജിയൻ, ഈ ഒരു മതത്തിൻ്റെ പേര് ദളിത് വുമൻസ് ആർ ടോൾഡ് ടു ബിക്കം ദേവദാസീസ്, അവരോട് ദേവദാസികളാവാൻ പറയുന്നു. ആൻഡ് മെയ്ഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്, അവരെ വേശ്യകളാക്കുന്നു. ദിസ് ഈസ് ഹൗ, ഇങ്ങനെയൊക്കെയാണ് അവരെ മെരിക്കുന്നത്. ആൻഡ് അറ്റ് എവറി സ്റ്റെപ്പ് റിമൈൻഡ് ഓഫ്, എല്ലാ ഓരോ കാൽവെപ്പിലും അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഹൗ ഇൻസിഗ്നിഫിക്കൻറ്റ് യുവർ റൈസ് ഈസ്, നിങ്ങളുടെ വംശം എത്ര മോശമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനെന്ന് പറഞ്ഞിരിക്കുന്നത്. ദളിറ്റ്സ് ആർ ഡിനൈഡ് എവറി റൈറ്റ്, ദളിതിന് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു. ദേ ആർ അബ്യൂസ്ഡ്, അവരെ ചൂഷണം ചെയ്യപ്പെടുന്നു. ആൻഡ് ബീറ്റൺ അപ്പ് ഇൻ പബ്ലിക്, പൊതുയിടങ്ങളിൽ അവരെ തല്ലിച്ചതയ്ക്കപ്പെടുന്നു. ആൻഡ് ദേ കനോട്ട് വോട്ട്, അവർക്കൊരു വോട്ടവകാശം പോലുമില്ല. അതിനായിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്താൽ ആൻസർ കംപ്ലീറ്റ് ആവും. അറ്റ് എവറി സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പിലും ദേ ആർ റിമൈൻഡഡ് ഓഫ് ഹൗ ഇൻസിഗ്നിഫിക്കൻറ്റ് ദെയർ റൈസ് ഈസ്. വൈ ആർ ദളിറ്റ്സ് കെപ്റ്റ് അവേ ഫ്രം ദി ത്രെഷോൾഡ് ഓഫ് ദി ടെമ്പിൾ ഓഫ് ലേണിംഗ്? സരസ്വതി അമ്പലത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നും എന്തുകൊണ്ടാണ് ദളിതന്മാരെ അകറ്റി നിർത്തപ്പെട്ടിരുന്നത് എന്നാണ് ചോദ്യം. ഇൻ ദി പാസ്റ്റ്, പണ്ട് കാലത്ത് എഡ്യൂക്കേഷൻ വാസ് കൺസിഡർഡ് ടു ബി പ്രീസ്ലി. ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പൗരോഹിതന്മാർക്ക് മാത്രമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ പ്രിവിലേജ് എൻജോയ്ഡ് ബൈ ദി അപ്പർ ക്ലാസ്. പിന്നീട് അത് ഉയർന്ന ജാതിക്കാർ മാത്രം അനുഭവിക്കാവുന്ന ഒരു ഘടകമായി മാറി. സോ അതുകൊണ്ടാണ് ദളിറ്റ്സ് വെയർ ഡിനൈഡ് ദി റൈറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ഈ ഒരു ദളിതന്മാർക്ക് ഈ ഒരു വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത്. പിന്നെ ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദേ വെയർ കെപ്റ്റ് അവേ ഫ്രം ദി ത്രെഷോൾഡ് ഓഫ് ദി ടെമ്പിൾ ഓഫ് ലേണിംഗ്. ദ പോയം വാട്ട് വുഡ് യു ഡു എന്ന പോയം ട്രാൻസ്ഫോം ദി എക്സ്പീരിയൻസ് ഓഫ് പെയിൻ ഇൻ ടു എ നെറേറ്റീവ് ഓഫ് റെസിസ്റ്റൻസ്. എങ്ങനെയാണ് ഈ ഒരു വേദനാജനകമായ അനുഭവത്തിൽ നിന്നും പ്രതിരോധത്തിനുള്ള ആഖ്യാനമായി മാറുന്നത് എന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ പോയം വാട്ട് വുഡ് യു ഡു എന്ന പോയം ബൈ ഓംപ്രകാശ് വാൽമീകി എഴുതിയ ഡെപിക്ട് ദി പെയിൻ, ഹേർട്ട്, ഹ്യൂമിലിയേഷൻ ആൻഡ് പോവേർട്ടി ഓഫ് അൺടച്ചബിൾസ്. ഒരു ദളിതർ അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു അവഗണനയും അതേപോലെ തന്നെ മുറിവുകളും വേദനകളും ഒക്കെയാണ് ചിത്രീകരിക്കുന്നത്. ഇറ്റ് ഈസ് എ റിബല്യൻ, ഇതൊരു കലാപമാണ് അഗെയിൻസ്റ്റ് ദി ഏജ് ഓൾഡ് ഇനീക്വാളിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദളിറ്റ്സ്. കാലാകാലങ്ങളായി ദളിതന്മാർ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്ക് എതിരെയുള്ള ഒരു കലാപം കൂടിയാണ്. ദി പോയം ഈസ് ബോൺ ഔട്ട് ഓഫ് ദി പോയറ്റിൽ നിന്നും ഈ ഒരു കവിത ജനിക്കുന്നത് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് എ ദളിത്. താൻ തന്നെ ഒരു ദളിതനായിരിക്കെ താൻ അനുഭവിക്കേണ്ടി വന്ന ഒരു ചൂഷണങ്ങളിൽ നിന്നാണ് ഈ ഒരു കവിത ജനിക്കുന്നത്. ദ ദളിറ്റ്സ് വെയർ ഡിമോറലൈസ്ഡ്, ദളിറ്റ്സിനെ നിരാശപ്പെടുത്തുന്നു. ബീറ്റൺ അപ്പ്, അവരെ തല്ലിച്ചതയ്ക്കുന്നു. അബ്യൂസ്ഡ്, അവരെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ആൻഡ് ഇൻസൾട്ട് ദം ഇൻ പബ്ലിക്, അവരെ പബ്ലിക്കിൽ പൊതുയിടങ്ങളിൽ അധിക്ഷേപിക്കുന്നു. ദിസ് ബിറ്റർ എക്സ്പീരിയൻസ് ഓഫ് പെയിൻ ട്രാൻസ്ഫോം ഇൻ ടു എ നെറേറ്റീവ് ഓഫ് റെസിസ്റ്റൻറ്റ്. ഈ ഒരു വേദനാജനകമായുള്ള ഒരു അനുഭവം പ്രതിരോധത്തിനുള്ള ഒരു ആഖ്യാനമായി മാറുന്നു. ഇൻ വിച്ച് അതിൽ വാൽമീകി ക്വസ്റ്റ്യൻസ് ദി വാലിഡിറ്റി ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി സിസ്റ്റത്തിൻ്റെ ആ ഒരു സാധുതയെ തന്നെ ഇതിലൂടെ വാൽമീകി ചോദ്യം ചെയ്യുന്നുണ്ട്.
ഹി മേക്സ് എ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഈ ഒരു വാൽമീകി ഒരു കവിതയിലൂടെ ശക്തമായ പ്രതിഷേധം തന്നെ നടത്തുന്നുണ്ട് അഗെയിൻസ്റ്റ് ദി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിജോമണി ഓഫ് അപ്പർ കാസ്റ്റ്. ഈ ഒരു ഉയർന്ന ജാതിക്കാരുടെ ഈ ഒരു സാമൂഹ്യപരവും പരമ്പരാഗതപരവുമായിട്ടുള്ള ഒരു മേൽക്കൊഴുമയെ ചോദ്യം ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ. ഒരു താഴെക്കിടയിലുള്ള ആളുകളെ പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുന്ന അവരെ മേൽക്കൊഴുമയെ കൃത്യമായി ഈ കവിതയിൽ കവി ചോദ്യം ചെയ്യുന്നുണ്ട്. ഡിസ്കസ് ദി ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് ഇൻ ദി പോയം വാട്ട് വുഡ് യു ഡു എന്ന പോയത്തിലെ ആത്മകഥാ അംശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ പോയം വാട്ട് വുഡ് യു ഡു എന്ന പോയം ബൈ ഓംപ്രകാശ് വാൽമീകി എഴുതിയ ഈ ഒരു പോയം ഈസ് ഫുൾ ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്. ഈ ഒരു പാഠത്തിൽ ഉടനീളം നമുക്ക് ആത്മകഥാ അംശങ്ങൾ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് എ ദളിത്. ആ ഒരു പോയറ്റ് തന്നെ ഒരു ദളിതായിരിക്കുമ്പോൾ ആ ഒരു പോയറ്റിൻ്റെ അനുഭവങ്ങളാണ് ഈ ഒരു കവിത. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ദി പോയറ്റ് ബിലോങ്സ് ടു ദി സ്വീപ്പർ കാസ്റ്റ്. ഈ ഒരു പോയറ്റ് തന്നെ ഒരു അടിച്ചുവാരൽ കുലത്തൊഴിലായിട്ടുള്ള ഒരു കാസ്റ്റിൽ നിന്നും ജാതിയിൽ നിന്നുമുള്ള ആളാണ്. ദേ വെയർ ഫോഴ്സ്ഡ് ടു ഈറ്റ് ദി ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ സെഞ്ചുറീസ്. നൂറ്റാണ്ടുകളായി എച്ചിൽ ഭക്ഷണം മാത്രം കഴിക്കാൻ വിധിക്കപ്പെട്ടവരാണവർ. ഇൻ എ കോളനി മീൻ ഫോർ ദി അൺടച്ചബിൾസ്. ഈ ഒരു അൺടച്ചബിൾസ് തൊട്ടുകൂടാത്തവർക്ക് വേണ്ടി പണിയപ്പെട്ട ഒരു കോളനിയിൽ ഹിസ് ഓൺ ഹോം വാസ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്റ്റിക്കിംഗ് കൗഷെഡ് ഓഫ് ആൻ അപ്പർ കാസ്റ്റ് ഫാമിലി. ഒരു ഉയർന്ന ജാതിക്കാരൻ്റെ ചീന് നാറുന്ന കാലിത്തൊഴുത്തിന് മുന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഹിസ് ഫാമിലി മെമ്പേഴ്സ് വർക്ക്ഡ് ഹാർഡ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഫാമിലി അംഗങ്ങളും നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്തിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പേയ്മെൻറ്റ്, ഈ ഒരു ശമ്പളം ലഭിക്കുന്നതിന് പകരം ദേ ഗോട്ട് ഓൺലി അബ്യൂസസ് ഫ്രം ദി അപ്പർ ക്ലാസ്. ഉയർന്ന ജാതിയിലെ ആളുകളിൽ നിന്നും വെറും അസഭ്യ വാക്കുകൾ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. In this way, the poem gives a startling account of the poet's own miserable birth and life. ഈ ഒരു രീതിയിൽ കവിതയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ദുരിതപൂർണമായ കവിയുടെ ജനനവും ജീവിതവുമാണ്. റെലവൻസ് ഓഫ് ദി പോയം ഇൻ ദി കണ്ടംപററി വേൾഡ്. സമകാലഘട്ടത്തിൽ ഈ ഒരു പോയത്തിൻ്റെ പ്രസക്തി എന്താണ്? ദി പോയം വാട്ട് വുഡ് യു ഡു ബൈ ഓംപ്രകാശ് വാൽമീകി ഡെപ്പിക്റ്റ്. ഈ ഒരു പോയം വാട്ട് വുഡ് യു ഡു എന്ന ഓംപ്രകാശ് വാൽമീകിയുടെ പോയം അത് ചിത്രീകരിക്കുന്നു ദി പെയിൻ, ഹേർട്ട്, ഹ്യൂമിലിയേഷൻ ആൻഡ് പോവേർട്ടി ഓഫ് അൺടച്ചബിൾസ്. ഈ ഒരു ദളിതന്മാരുടെ ഈ ഒരു ദാരിദ്ര്യമായ അവസ്ഥയും അവരെ ഏൽക്കേണ്ടി വരുന്ന അപമാനവും വേദനയും മുറിവുകളും ഒക്കെയാണ് ഈ ഒരു കവിത ചിത്രീകരിക്കുന്നത്. ഇറ്റ് ഈസ് എ റിബല്യൻ. ഈ ഒരു കവിത എന്ന് പറഞ്ഞാൽ കലാപമാണ് എഗെയിൻസ്റ്റ് ദി ഏജ് ഓൾഡ് ഇനീക്വാളിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ദളിറ്റ്സ് ഇൻ ദി നെയിം ഓഫ് റിലീജിയസ് ടെൻസ്. മതസിദ്ധാന്തങ്ങളുടെ പേരിൽ കുറേ കാലങ്ങളായി ദളിതർ അനുഭവിച്ചു വരുന്ന അസമത്വത്തിനെതിരെയുള്ള ഒരു കലാപം കൂടിയാണ് ഈ കവിത. In today's society, there have been serious efforts to promote better conditions for Dalits through education, healthcare and employment. ജോലി, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, ആരോഗ്യം, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഈ മേഖലയിലൊക്കെ ഈ ഒരു ദളിതരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പല വിധത്തിലുള്ള എഫേർട്ടുകൾ ഇന്നത്തെ സൊസൈറ്റി എടുക്കുന്നുണ്ട്. The caste-based discrimination is prohibited and untouchability abolished by the Constitution of India. ഈ ഒരു ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനവും അതുപോലെ തന്നെ ഈ ഒരു തൊട്ടുകൂടായ്മയും ഒക്കെ ഇന്ത്യൻ ഭരണഘടന ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. But in several places, such practices of discrimination, oppression and violence are still widespread. പക്ഷേ പലയിടങ്ങളിലും ഈ ദളിതർക്കെതിരെയുള്ള വിവേചനവും പീഡനവും അക്രമവും ഒക്കെ വ്യാപകമായി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. Many of them continue to live in poverty. കുറേ ആളുകൾ ഇന്ന് ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. Many are still landless. ഇന്നും പലരും ഭൂരഹിതരുമാണ്. The poem has not lost its relevance in the contemporary society. ഈ ഒരു സമകാല സമൂഹത്തിലും ഈ ഒരു പോയത്തിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ലൈക്കെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക. പാർട്ട് 2 വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാർട്ട് 1ൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 2 വീഡിയോ വാച്ച് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു പാഠത്തുനിന്ന് വരുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങുക. അപ്പോൾ മല്ലു ടോക്ക് സൈനിങ് ഓഫ് ഗൈസ്.